പോസിറ്റീവായ പുരോഗതി ഉണ്ടെന്ന് പറയാം. നമ്മൾ ചർച്ചയാണല്ലോ, അത് പൂർത്തീകരിച്ചിട്ടില്ല. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലെത്തിയതിനു ശേഷം അതിനെ പറ്റിയ അഭിപ്രായം പറയുന്നതാകും ഉചിതം. സർവകലാശാലയോട് ബന്ധപ്പെട്ട് വിവിധ പ്രതിസന്ധികളിനോടൊപ്പം തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വികസന സാഹചര്യം സർക്കാർ ഗവർണർ രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് പറയുന്നത്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. പരിഹരിക്കപ്പെടുമല്ലോ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മുടെ വിദ്യാർത്ഥികളുടെ നല്ല ഭാവിയെ കരുതി ഗവൺമെന്റ് അതിൻ്റെ പ്രയോറിറ്റി സെക്ടറായിട്ട് എടുത്തിട്ടുള്ള മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല. നല്ല നിലയിലുള്ള സാമ്പത്തിക വിന്യാസവും ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതുപോലെ ഗുണനിലവാര വർധനവിന് വേണ്ടി അക്കാഡമിക് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. സമഗ്രമായ കരിക്കുലം പരിഷ്കരണം നടന്നിട്ടുണ്ട്. 4 ഇയർ UG പ്രോഗ്രാം വിജയകരമായ നിലയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ക്യാമ്പസുകളിൽ കാണുന്നു. അതിനുവേണ്ട നല്ല സാക്ഷ്യപത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നു. NIRF റാങ്കിങ്ങിലും NAC അക്രഡിറ്റേഷനിലും മികച്ച പ്രകടനം, മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ സർവകലാശാലകൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി, ആ ഒരു എക്സലൻസ് നമുക്ക് നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് സർക്കാരിൻ്റെ നിലപാട്.